എന്താണ് ഫോട്ടോഷോപ്പ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതിന് മുന്നേ ഫോട്ടോഷോപ്പ് ഡെവലപ്പ് ചെയ്തത് അഡോബി എന്ന് പറഞ്ഞ കമ്പനിയാണ് ഫോട്ടോഷോപ്പ് നമുക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതൊരു പ്രൊഫഷണൽസും എൻതൂസിയാസ്റ്റിക് ആയിട്ടുള്ള പീപ്പിൾ ഫോട്ടോ എഡിറ്റിങ്ങിനും ഗ്രാഫിക് ഡിസൈനിങ്ങിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. അതിൻ്റെ ഡീറ്റെയിൽ പെയിൻറ്റിങ്ങും പല പല കാര്യങ്ങളും നമുക്ക് അതിൻ്റെ അകത്ത് ചെയ്യാൻ സാധിക്കും. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഓവർ റിവ്യൂ ഫോട്ടോഷോപ്പിനെ കുറിച്ച് അറിയാൻ പറ്റും. അതായത് ഇമേജ് എഡിറ്റിങ്ങിനും നമുക്ക് ഫോട്ടോഷോപ്പിന് പകരം നമുക്ക് പ്രീമിയർ യൂസ് ചെയ്യാം. അതും അഡോബിൻ്റെ തന്നെയാണ്. ആക്ച്വലി ഫോട്ടോഷോപ്പ് ബേസിക് ആയിട്ടുള്ള കാര്യം അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള പ്രീമിയർ എല്ലാം പഠിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഫോട്ടോഷോപ്പിൽ എക്സ്പോഷർ, കളർ ബാലൻസ്, കോൺട്രാസ്റ്റ്, ഓവറോൾ ലുക്ക് ആൻഡ് ഫീൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. ഗ്രാഫിക് ഡിസൈനിങ്ങിന് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് പോസ്റ്റർ ഡിസൈനിങ്ങിന്, ഫ്ലയേഴ്സ്, ബ്രൗഷർ, ലോഗോ, ബാനർ, മീഡിയ ഗ്രാഫിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഗ്രാഫിക് ഡിസൈനർ കൂടുതലായിട്ടും ഫോട്ടോഷോപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് അത് ലെയർ ബേസ്ഡ് എഡിറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, ഓരോ ലെയർ ബൈ ലെയർ ആയിട്ട് ഓരോ ഏരിയയിൽ വരയ്ക്കുന്നത് കൊണ്ട് തന്നെ. അതുപോലെ ഡിജിറ്റൽ പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു സെറ്റ് ഓഫ് ബ്രഷും ടെക്സ്ചറും പെയിൻറ്റിംഗ് ടൂളാണ്. അത് വളരെ പോപ്പുലറാണ് ഫോട്ടോഷോപ്പിൽ. ഡിജിറ്റൽ ആർട്ടിസ്റ്റ് എന്താണ് നല്ല രീതിയിലുള്ള പെയിൻറ്റിങ്ങും ഇല്ലുസ്ട്രേഷൻസും എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോർമലി ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ട്രഡീഷണൽ പെയിൻറ്റിങ് ടെക്നിക്കും ആ ഒരു ആർട്ടിസ്റ്റിന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിജിറ്റൽ ആർട്ട് സ്റ്റൈലിലോട്ട് ചേഞ്ച് ചെയ്യാൻ ഫോട്ടോഷോപ്പ് വളരെ നമുക്ക് ഉപയോഗപ്രദമാണ്.